വെൽക്കം ബാക്ക് ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്. നമുക്കിന്നൊരു ലോങ് റീഡിംഗ് ആണ് എടുക്കുന്നത്. വെച്ചാൽ നമുക്ക് പറയാം, അതിനു മുമ്പ് നമ്മളുടെ റീഡിംഗ് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക. ടൈംലെസ് ആണ്. എപ്പോൾ നിങ്ങളുടെ കൈകളിലെത്തുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ്. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ഇത് മൂന്നും ഇത്രയും കാര്യം നമ്മളെപ്പോഴും പറയുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ്, സബ്സ്ക്രൈബ്. ഓക്കെ, എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. ഒരുവിധപ്പെട്ട ആളുകളെല്ലാം ചെയ്യുന്നുണ്ട്, പറയാതെ തന്നെ. താങ്ക് യു. പിന്നീട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ എടുക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കഴിഞ്ഞ കുറേ നല്ല ദിവസങ്ങൾ അല്ലെങ്കിൽ കുറേ ജീവിതത്തിൽ നല്ല ദിനങ്ങൾ ഉണ്ടായിരുന്നു. ആ ദിനങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നമുക്കിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇനി വീണ്ടും അത് തിരിച്ചു വരുമോ എന്നുള്ള ആശങ്ക ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് 10 ഓഫ് വാൻസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. 10 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ അധ്വാനമാണ്. വളരെ അധികം കഷ്ടപ്പെടുന്ന ഒരു എനർജി, കുറച്ച് ആളുകളുടെ എനർജി ഇതിൽ വന്നിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, ജീവിതത്തിൽ പലതും ഉണ്ട്. അപ്പം നമ്മൾക്ക് ഈ ഒരു റീഡിങ്ങിൽ വരുന്നത് വെറും ഒരു റിലേഷൻഷിപ്പ് റീഡിങ് മാത്രമല്ല. കാരണം നമ്മളുടെ പ്രോസ്പെരിറ്റീസ്, അബണ്ടൻസ്, നമ്മളുടെ റിലേഷൻഷിപ്പ്, ലവ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. സോ നമ്മൾ ആദ്യം കിട്ടിയ കാർഡ് തന്നെ നമുക്ക് 10 ഓഫ് വാൻസ് ആണ്. എന്നാൽ പ്രോസ്പെരിറ്റി ഉണ്ട്, മീൻസ് അത് കണ്ടില്ലേ, ഗ്രോത്ത് ഉണ്ട്. നമ്മൾ കഷ്ടപ്പെടുന്നതിന് നമുക്ക് ഫലമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കരിയറാണ് അത് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങളൊരുപാട് ഇപ്പോഴും നിങ്ങളുടെ ജോലി വളരെയധികം ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നു എന്ന് കാണിക്കുന്നു. പിന്നെ നമ്മൾക്ക് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ദൂരദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന കുറച്ച് പേരുടെ എനർജി ഉണ്ട്. അതായത് പിന്നെ ഫിനാൻസിൻ്റെ കാര്യത്തിന് വേണ്ടി, അതായത് നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് വേണ്ടി നിങ്ങൾ യാത്രകൾ ഒരുപാട് ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളുടെ എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഒരു പിന്നെ ജോലി ചെയ്യുന്ന കുറച്ച് പിന്നെ ലേഡീസിൻ്റെ, അതായത് പിന്നെ മദർ പേരൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്കിംഗ് പേരൻറ്റ്, അതേമാതിരിയുള്ള കുറേ പേരുടെ എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം ഫിനാൻസിനെ കുറിച്ചും പിന്നെ കരിയറിനെ കുറിച്ചുമൊക്കെ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. നമുക്ക് പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അത് അവർക്ക് നടക്കും. അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ചിലർ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് വന്നാലും ശരി, എന്തെല്ലാം കാര്യങ്ങൾ ആണെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് റിലേഷൻഷിപ്പാണ്. അപ്പോൾ 3 വന്നിട്ടുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് വേറെ നിങ്ങളുടെ വിവാഹം, സിംഗിളൊക്കെ ആണെങ്കിൽ വേറെ വിവാഹത്തിന് വേണ്ടി നിങ്ങളുടെ ഫാമിലി നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ട, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ മതി എന്നുള്ളിടത്തേക്ക് ഒരു കടും പിടുത്തം പിടിച്ചിരിക്കുന്ന ചില എനർജികൾ വന്നിട്ടുണ്ട്. അതിപ്പോൾ സിംഗിളിന് മാത്രം ആവണം എന്നില്ല. ഇനിയിപ്പോൾ മാരീഡ് ആകാം, അതല്ലെങ്കിൽ അതർ റിലേഷൻഷിപ്സ് എന്തെങ്കിലുമൊക്കെ ആകാം. ഓക്കെ, അതെടുത്ത് പറയുന്നില്ല ഞാൻ. അപ്പം ഏത് ബന്ധമാണെങ്കിലും ശരി, ഞാൻ ഇഷ്ടപ്പെട്ട ആളെ, ആ പാർട്ട്ണറെ എനിക്ക് വേണം. ആ ഒരു കടുംപിടുത്തമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നു, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പിന്നെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ഒരു പിന്നെ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാലചക്രം നിങ്ങൾക്ക് ഇത് അനുകൂലമാക്കി കൊണ്ടുവരും എന്നാണ്. നിങ്ങൾ എന്താഗ്രഹിച്ചാലും, എത്ര കഷ്ടപ്പെട്ടാലും ശരി, ധനത്തിന് വേണ്ടി നിങ്ങൾ പിന്നെ വിദേശത്ത് പോയാലും, നിങ്ങൾ എവിടെ പിന്നെ വിഷമിച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓടി നടക്കുന്നു, എന്തോ ആവട്ടെ, നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് ലക്ക് കൊണ്ട് തരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കെല്ലാം ഓക്കെ ആകും. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? ഇനി ഒരു നല്ല കഴിഞ്ഞു പോയ ആ നല്ല ദിനങ്ങൾ എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടുമോ? നമ്മുടെ ചോദ്യം അതാണ്.
ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാലചക്രം നിങ്ങൾക്ക് തിരിഞ്ഞു വരും, നിങ്ങൾക്ക് അതിനുള്ള അവസരം നിങ്ങളുടെ മുമ്പിൽ വരും എന്നാണ് നമുക്ക് കാർഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പിന്നെ എന്താ പറയുക, ഒരു ജോക്കറുടെ ഒരു രീതിയാണ്. ഇവിടെ നമ്മൾ ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയം, നമ്മളൊരു കാർഡ് കണ്ടു, ഇപ്പോൾ കപ്പ്, ഫോർ ഓഫ് കപ്സ്, എനിക്കത് മാത്രം മതി എന്നുള്ള ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റോ അതുമല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും വിഷമങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് വരും. നമുക്ക് കാലചക്രവും അതേമാതിരി കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കത് തിരിഞ്ഞു വരുമ്പോൾ കാര്യങ്ങൾ ശരിയാകും എന്ന് തന്നെ നമുക്ക് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ് ലൈഫിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു സോൾമേറ്റ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് 2 ഓഫ് കപ്സിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പിന്നെ ഈക്വൽ ആയിട്ട്, അതായത് ഗിവ് ആൻഡ് ടേക്ക്, അത് ഈക്വലായിട്ട് ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത്. പിന്നെ അധ്വാനത്തിൻ്റെയും സാമ്പത്തികമായ ചില വിഷയങ്ങളുടെയും ഒക്കെ പുറകെ പോകുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ് നമുക്ക് കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ കുറച്ചൊരു വെട്ടം കുറവുണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് പിന്നെ വരുന്നത് 6 ഓഫ് വാൻസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. 6 ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു വിജയമാണ്, അംഗീകാരമാണ്. നമുക്ക് പിന്നെ ജോലിയിലൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അംഗീകാരം ലഭിക്കുന്നു, പദവികൾ ലഭിക്കുന്നു, വിജയം വരുന്നു എന്നാണ്. സക്സസിൻ്റെ കാർഡാണ്. അപ്പോൾ എല്ലാ കാർഡുകളും നമുക്ക് ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കാർഡുകളാണ് വന്നിരിക്കുന്നത്. ഒന്നും തന്നെ മോശമല്ല. അടുത്ത ഒരു കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് പെനക്കിൾസ് വന്നിട്ടുണ്ട്. അവിടെ എല്ലാ സൗഭാഗ്യത്തോടു കൂടിയും ഇരിക്കുന്ന കുറച്ച് എനർജി, അതായത് ഫാമിലിയായിട്ട് സന്തോഷമായിട്ട്, കുട്ടികളായിട്ടും കുഞ്ഞുങ്ങളായിട്ടും കുടുംബത്തിലുള്ള ഓരോ മെമ്പേഴ്സുമായിട്ടും വളരെ ഐക്യത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ജീവിക്കുന്ന ആ ഒരു അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് തന്നെ വിഷമങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴെങ്കിലും അതെല്ലാം തരണം ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ലൈഫ് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. അതിനുള്ള സമയമാകുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നു, കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ ഇപ്പോഴുള്ള നിങ്ങളുടെ പ്രതിസന്ധികൾ എല്ലാം തന്നെ മാറുന്നു. അല്ലെങ്കിൽ ഡിവൈൻ നമുക്ക് തരുന്ന സന്ദേശമാണിത്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തരുന്നു, അല്ലെങ്കിൽ തരും എന്നുള്ള ഒരു സന്തോഷമായിട്ടുള്ള കാർഡ്സാണ് നമുക്ക് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ട്, വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ. നല്ല നല്ല ശുഭമായ വാർത്തകൾ നിങ്ങളെ തേടി വരട്ടെ. ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.